നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ രൂപേഷ്. പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ വഴിത്തിരിവ്. RSSന്റെ ചരിത്രം ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും യാത്രയെന്ന് നരേന്ദ്രമോദി. വേടനെതിരായ ബലാത്സംഗ കേസിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. മാലിന്യക്കുഴി വൃത്തിയാക്കാനിറങ്ങിയ 3 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ വഴിത്തിരിവ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ പുതിയ വഴിത്തിരിവ്. സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻപ് ജോലി ചെയ്തിരുന്ന ബംഗളൂരുവിലെ ശ്രീരാംപുരയിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ സ്വർണ്ണപ്പാളികൾ 2019 എത്തിച്ചിരുന്നതായി തെളിഞ്ഞു. ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ ഈ വിവരം ക്ഷേത്ര അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശ്രീകോവിലേക്കുള്ള വാതിൽ എന്ന പേരിൽ കൊണ്ടുവന്ന സ്വർണ്ണപ്പാളി പൂജകൾ നടത്തിയ ശേഷം മടക്കിക്കൊണ്ടുപോയതായാണ് ക്ഷേത്രം അധികൃതർ പറയുന്നത്. RSSന്റെ ചരിത്രം ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും യാത്രയെന്ന് നരേന്ദ്രമോദി. ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും യാത്രയാണ് രാഷ്ട്രീയം സ്വയം സേവക സംഘത്തിന്റേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ദില്ലിയിലെ അംബേദ്കർ സ്റ്റേഡിയത്തിൽ RSSന്റെ 100ാം വാർഷികത്തിന്റെ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതാംബയുടെ ചിത്രം ആലേഖനം ചെയ്ത 100 രൂപ നാണയവും 1963 റിപ്പബ്ലിക് ദിന പരേഡിൽ RSS വളണ്ടിയർമാർ പങ്കെടുക്കുന്ന ചിത്രമടങ്ങുന്ന തപാൽ സ്റ്റാമ്പും ചടങ്ങിൽ പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു. വേടനെതിരായ ബലാത്സംഗ കേസിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. റാപ്പ് ഗായകൻ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരായ ബലാത്സംഗ കേസിൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കൊച്ചിയിലെ യുവ ഡോക്ടർ നൽകിയിരുന്ന കേസിന് ആധാരമായ ബലാത്സംഗം നടന്നതിന് ഫോൺ സംഭാഷണങ്ങൾ അടക്കമുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നതെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം വേടനെതിരായ കഞ്ചാവ് കേസിലും കുറ്റപത്രം പോലീസ് സമർപ്പിച്ചിരുന്നു. കുറ്റപത്രത്തിൽ വേടൻ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതായാണ് പറയുന്നത്. ഇയാളടക്കം 9 പേരാണ് കഞ്ചാവ് കേസിലെ പ്രതിപട്ടികയിലുള്ളത്. ഇയാൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവും കഞ്ചാവ് പൊടിക്കാൻ ഉപയോഗിക്കുന്ന ക്രഷറും ചുരുട്ടാനുള്ള പേപ്പറും തൂക്കാനുള്ള ത്രാസും കണ്ടെടുത്തിരുന്നതായി ആണ് വിവരം. മാലിന്യക്കുഴി വൃത്തിയാക്കാനിറങ്ങിയ 3 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. മാലിന്യക്കുഴി വൃത്തിയാക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശികളായ 3 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. കമ്പം ഗുഡല്ലൂർ സ്വദേശികളായ മൈക്കിൾ, ജയരാമൻ, സുന്ദരപാണ്ഡി എന്നിവരാണ് മരിച്ചത്. ഇടുക്കി കട്ടപ്പന പാറക്കടവിലുള്ള ഓറഞ്ച് ഹോട്ടലിലെ മാലിന്യക്കുഴി വൃത്തിയാക്കാനുള്ള ശ്രമമാണ് ദുരന്തത്തിൽ കലാശിച്ചത്. യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയും മുൻകരുതലുകളില്ലാതെയുമാണ് തൊഴിലാളികൾ മാൻഹോളിലേക്ക് ഇറങ്ങിയത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് തൊഴിലാളികൾ ഇതിനുള്ളിൽ കുടുങ്ങിയത്. ആദ്യം ഇറങ്ങിയ മൈക്കിളിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴാണ് ജയരാമനും സുന്ദരപാണ്ഡിയും അകപ്പെട്ടത്. കട്ടപ്പനയിലെ അഗ്നിശമന സേന സ്ഥലത്തെത്തി കോൺക്രീറ്റ് സ്ലാബ് പൊട്ടിച്ചാണ് 1.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തൊഴിലാളികളെ പുറത്തെത്തിച്ചത്. വ്യക്തിവിരോധത്തിലല്ല, വികസനത്തിൽ ഊന്നിയതാണ് BJPയുടെ രാഷ്ട്രീയമെന്ന് രാജീവ് ചന്ദ്രശേഖർ. വ്യക്തിവിരോധത്തിലല്ല BJP രാഷ്ട്രീയമെന്നും രാഹുൽ ഗാന്ധിക്കെതിരായ പാർട്ടി വക്താവ് പ്രിന്റു മഹാദേവിന്റെ പരാമർശം അംഗീകരിക്കുന്നില്ലെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. വികസനത്തിൽ ഊന്നിയാണ് BJPയുടെ രാഷ്ട്രീയമെന്നും വിഷയത്തിൽ വക്താവിനോട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. അതേസമയം തന്റെ പ്രസ്താവന വളച്ചൊടിച്ചവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് പ്രിന്റു മഹാദേവ് അറിയിച്ചു. ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. എന്നെ കൊലവിളി രാഷ്ട്രീയക്കാരനായി ചിത്രീകരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളാണ് നടന്നു വരുന്നതെന്ന് പ്രിന്റു മഹാദേവ് പറഞ്ഞു. സത്യൻ മൊകേരി CPI അസിസ്റ്റന്റ് സെക്രട്ടറി. മുൻ MLA സത്യൻ മൊകേരിയെ CPIയുടെ പുതിയ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. ചന്ദ്രശേഖരന്റെ ഒഴിവിലാണ് സത്യൻ മൊകേരിയെ തിരഞ്ഞെടുത്തത്. PP സുനീർ MP അസിസ്റ്റന്റ് സെക്രട്ടറിയായി തുടരും. 11 പേരടങ്ങിയ സെക്രട്ടേറിയറ്റും 26 പേരടങ്ങിയ സംസ്ഥാന എക്സിക്യൂട്ടീവും തെരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രാർത്ഥനകളെല്ലാം ഫലം കണ്ടുവെന്നും എല്ലാവർക്കും നന്ദിയെന്നും മമ്മൂട്ടി. പ്രാർത്ഥനകളെല്ലാം ഫലം കണ്ടതായി മെഗാസ്റ്റാർ മമ്മൂട്ടി. സ്നേഹത്തിന്റെ പ്രാർത്ഥനകളല്ലേ, അത് ഫലം കാണുമെന്നും എല്ലാവരോടും സന്തോഷവും നന്ദിയും ഉണ്ടെന്നും മമ്മൂട്ടി പ്രതികരിച്ചു. 7 മാസം നീണ്ട ചികിത്സയ്ക്കും വിശ്രമത്തിനും ശേഷം ചിത്രീകരണ തിരക്കിലേക്ക് മടങ്ങിയെത്തിയ മമ്മൂട്ടി മാധ്യമങ്ങളോടാണ് ഈ പ്രതികരണം നടത്തിയത്. മഹേഷ് നാരായണൻ സംവിധാനം നിർവഹിക്കുന്ന സിനിമയുടെ ഹൈദരാബാദിലെ ലൊക്കേഷനിൽ ചിത്രീകരണ തിരക്കിനിടയിലായിരുന്നു മമ്മൂട്ടിയുടെ പ്രതികരണം. കോടിയേരി ബാലകൃഷ്ണനെ സമുചിതം അനുസ്മരിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറിയും പൊളിറ്റ് ബ്യൂറോ അംഗവും മുൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ അനുസ്മരണ ദിനം സംസ്ഥാന വ്യാപകമായി ബ്രാഞ്ച് തലം മുതലുള്ള പാർട്ടി ഘടകങ്ങളുടെ നേതൃത്വത്തിൽ സമുചിതം ആചരിച്ചു. AKG സെന്ററിൽ പൊളിറ്റ് ബ്യൂറോ അംഗം വിജു കൃഷ്ണൻ പതാക ഉയർത്തി. കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ MV ജയരാജൻ, CN മോഹനൻ എന്നിവർ സന്നിഹിതരായിരുന്നു. തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ രാഘവൻ മന്ദിരത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ സംസാരിച്ചു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം.
ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. സ്റ്റൈല് കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഭീതി വിതച്ച പുലിയെ പിടികൂടി. വയനാട് ചീരാലിൽ ജനവാസ മേഖലയിൽ ഭീതി വിതച്ച പുലി വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി. നമ്പ്യാർകുന്ന്, പഴൂർ, ചീരാൽ പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ 4 മാസങ്ങളായി പുലി ഭീതി വിതച്ച് വിരാജിച്ചിരുന്നത്. 20-ലേറെ വളർത്തുമൃഗങ്ങളെയാണ് ഈ മേഖലയിൽ പുലി കൊന്നത്. ഏറ്റവും ഒടുവിൽ 7 മാസം പ്രായമായ പശുക്കുട്ടിയെയാണ് പുലി കൊന്നത്. നേരത്തെ 2 കൂടുവെച്ചിരുന്നെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. മധ്യവയസ്കന്റെ മരണം കൊലപാതകം. സുഹൃത്തുക്കളായ 2 പേർ അറസ്റ്റിൽ. മധ്യവയസ്കന്റെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു. സുഹൃത്തുക്കൾ അറസ്റ്റിൽ. ചെറുകുട്ടി എന്നറിയപ്പെടുന്ന രജീഷിന്റെ മരണമാണ് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത്. സുഹൃത്തുക്കളായ അബൂബക്കർ, രാമകൃഷ്ണൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം തേഞ്ഞിപ്പലം ചിനക്കലങ്ങാടിയിലാണ് തിങ്കളാഴ്ച രാത്രി രജീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മദ്യപാനത്തിനിടെയുണ്ടായ വാക്തർക്കത്തിനിടെ ശ്വാസം മുട്ടിയും ചവിട്ടും അടിയുമേറ്റ് വാരിയല് തകർന്നുമാണ് രജീഷ് കൊല്ലപ്പെട്ടതെന്നാണ് അറിയുന്നത്. അറസ്റ്റിലായ അബൂബക്കറിന്റെ വീട്ടിലാണ് രജീഷിനെ മരിച്ച നിലയിൽ കണ്ടത്. ഇന്ന് ലോക വെജിറ്റേറിയൻ ദിനം. ഇന്ന് ലോക വെജിറ്റേറിയൻ ഡേ. സസ്യാഹാരം ഉൾപ്പെടുത്തുക വഴി ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും. ആരോഗ്യവുമായി പച്ചക്കറിക്കുള്ള ബന്ധം വലുതാണ്. 1977 നോർത്ത് അമേരിക്കൻ വെജിറ്റേറിയൻ സൊസൈറ്റിയാണ് ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ഒക്ടോബറിലെ സസ്യാഹാര അവബോധ മാസാചരണത്തിൽ തുടങ്ങി നവംബർ 1 ലോക സസ്യാഹാര ദിനത്തോടെ ഇത് പൂർത്തിയാകും. ശരീരഭാരം നിയന്ത്രിക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സസ്യാഹാരം സഹായിക്കുന്നുവെന്നതാണ് പ്രത്യേകത. 18-കാരിയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം. അയൽവാസി അറസ്റ്റിൽ. 18-കാരിയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച അയൽവാസി അറസ്റ്റിൽ. ആലപ്പുഴ സ്വദേശി 57-കാരനായ ജോസിനെയാണ് സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. അയൽ വീട്ടുകാർ തമ്മിൽ വർഷങ്ങളായി തുടരുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായാണ് കൊലപാതക ശ്രമം എന്നാണ് സൂചന. ഇന്നലെ രാത്രി പെൺകുട്ടി മാത്രമാണ് വീട്ടിലുള്ളതെന്ന് മനസ്സിലാക്കിയ ജോസ് ഒരു കുപ്പി പെട്രോളുമായി എത്തി സിറ്റൌട്ടിൽ വെച്ച് പെൺകുട്ടിയുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് സിഗരറ്റ് ലൈറ്റർ കൊണ്ട് തീ കൊളുത്താൻ ശ്രമിച്ചതായാണ് അറിയുന്നത്. ഇത് മനസ്സിലാക്കിയതോടെ കുട്ടി ജോസിനെ തട്ടിമാറ്റി ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് സ്ഥലത്ത് മടങ്ങിയെത്തിയ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് ജോസിനെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ നിരന്തരം പ്രശ്നക്കാരനാണെന്നും ഭീഷണി മുഴക്കലും അസഭ്യവർഷവും പതിവാണെന്നുമാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത്. വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കൂട്ടി. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകൾക്ക് വില 16 രൂപ കൂട്ടി. 19 കിലോയുടെ സിലിണ്ടറിന് ഇനി 1630 രൂപ നൽകേണ്ടി വരും. വാണിജ്യ പാചകവാതക സിലിണ്ടർ വില വർധനവ് മറ്റു പല മേഖലകളെ കൂടി ബാധിച്ചേക്കാനിടയുണ്ട്. വർധന ഇന്നു മുതൽ നിലവിൽ വന്നു. ഡ്രൈഡേയിൽ അനധികൃത വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച മദ്യവുമായി ഒരാളെ പിടികൂടി. ഡ്രൈഡേയിൽ അനധികൃത വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച 103 കുപ്പി മദ്യവുമായി ഒരാളെ ആലപ്പുഴയിൽ പിടികൂടി. തോട്ടപ്പള്ളി സ്വദേശി ശിവജിയെയാണ് എക്സൈസ് പിടിച്ചത്. 1/2 ലിറ്റർ മദ്യക്കുപ്പികളാണ് കണ്ടെടുത്തത്. 400 രൂപ വിലയുള്ള മദ്യം 700 രൂപ ഈടാക്കിയായിരുന്നു ഇയാൾ വിൽപ്പന നടത്തി വന്നത്. പരിശോധക സംഘത്തെ കണ്ട് കനാലിൽ ഒളിപ്പിക്കാൻ ശ്രമിച്ച മദ്യക്കുപ്പികൾ എക്സൈസ് വലയിട്ടാണ് പുറത്തെടുത്തത്. മുൻപും അബ്കാരി കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് ശിവജി. പതിയിരുന്ന് പീഡന ശ്രമം. 31-കാരനെ പിടികൂടി. 35-കാരിയായ വീട്ടമ്മയെ പതിയിരുന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ച 31-കാരനെ പിടികൂടി. തിരുവനന്തപുരം കള്ളിമൂട് തെക്കേക്കര സ്വദേശി അനുവിനെയാണ് തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ വെള്ളാറട പോലീസ് പിടികൂടിയത്. കുതറിമാറിയ വീട്ടമ്മ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് അറസ്റ്റ് ഉണ്ടായത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ വഴിത്തിരിവ്. RSSന്റെ ചരിത്രം ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും യാത്രയെന്ന് നരേന്ദ്രമോദി. വേടനെതിരായ ബലാത്സംഗ കേസിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. മാലിന്യക്കുഴി വൃത്തിയാക്കാൻ ഇറങ്ങിയ 3 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.